ഞങ്ങൾ ഈ രാഹുൽ ഗാന്ധിയുടെ യാത്രയെ സ്വാഗതം ചെയ്യുകയാണ്, സർവാത്മന സ്വാഗതം ചെയ്യുകയാണ്. കാരണം രാഹുൽ ഗാന്ധിയുടെ യാത്ര അങ്ങേ അറ്റത്ത് ചെല്ലുമ്പോഴേക്കും BJPയുടെ പാർലമെന്റ് അംഗങ്ങളുടെ എണ്ണം 400-ലധികമാകും. കാരണം രാഹുൽ ഗാന്ധി BJPയുടെ ഐശ്വര്യമാണ്, ഞങ്ങളുടെ ഭാഗ്യമാണ്, ഞങ്ങളുടെ ഭാഗ്യചിഹ്നമാണ്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി യാത്ര നടത്തി ഞങ്ങളെ ഇനിയും സഹായിക്കണം എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. അപ്പോൾ രാഹുൽ എന്ന് പറയുന്ന ഐശ്വര്യം അങ്ങനെ കത്തിജ്വലിച്ച് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഇത്തവണ 400-ലധികം സീറ്റുകളിലേക്ക് എത്തിക്കാൻ രാഹുൽ ചെയ്യുന്ന വലിയ ഒരു ഉപകാരവും സഹായവും പിന്തുണയുമാണ് ഈ യാത്ര. അതുകൊണ്ട് കൂടുതൽ ജോഡോ യാത്രകൾ നടത്തണം. ഈ 2 യാത്ര കൊണ്ട് നിർത്തരുത്. ഇതിന് ശേഷം വീണ്ടും ജോഡോ യാത്രകൾ നടത്തണം. അങ്ങനെ നടത്തി കോൺഗ്രസ് ഇല്ലാതാകുന്ന ഒരവസ്ഥയിൽ എത്തിച്ചിട്ട് മാത്രമേ രാഹുൽ പിന്മാറാവൂ. അല്ല, രാഹുൽ ഗാന്ധി യാത്ര നടത്തിയതിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ കോൺഗ്രസ് നിങ്ങളുടെ സൗത്ത് ഇന്ത്യയിലെ നിങ്ങളുടെ ഏറ്റവും വലിയ പരീക്ഷണശാലയിൽ നിങ്ങളെ നിലം പതിപ്പിച്ചില്ലേ? അതിനുശേഷം തൊട്ടടുത്ത തെലങ്കാനയിൽ എത്രയോ നൂറ്റാണ്ടുകൾക്ക് ഉണ്ടായതിനു ശേഷം ആദ്യമായിട്ട് കോൺഗ്രസ് അധികാരത്തിൽ വന്നില്ലേ? അപ്പൊ രാഹുൽ ഗാന്ധിയുടെ യാത്ര ആ നിലയ്ക്ക് ഫ്ലോപ്പാണോ? ഹിമാചൽ പ്രദേശിൽ അവർ വിജയിച്ചില്ലേ? തെലങ്കാനയും കിട്ടി, ഭാരത് ജോഡോ കടന്നുപോയ കർണാടകയും തെലങ്കാനയും കിട്ടി. അതെ, മധ്യപ്രദേശ് നിങ്ങൾ നിലനിർത്തുകയാണുണ്ടായത്. രാജസ്ഥാനിൽ സ്വാഭാവികമായിട്ടും അതിന്റെ ഭരണചക്രം ഇങ്ങനെയാണ് തിരിയുന്നത്, മീൻസ് അതിന്റെ ഭരണക്രമം ഇങ്ങനെയാണ്, അത് നിങ്ങൾക്ക് കിട്ടി. അതിനപ്പുറത്തേക്ക് എന്താ? ഒന്നുമില്ല. ഭാരത് ജോഡോ യാത്ര ഇനി കടന്നു പോകുന്ന എല്ലാ പ്രദേശവും കോൺഗ്രസ് പിടിച്ചടക്കാൻ വേണ്ടി നടത്തുന്ന ഈ യാത്ര കഴിയുമ്പോൾ ഞങ്ങൾക്ക് 400-ൽ കൂടുതൽ സീറ്റ് കിട്ടുമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ യാത്ര തുടരട്ടെ, പിടിച്ചടക്കട്ടെ. അങ്ങനെ രാഹുൽ ഗാന്ധി അജയനായിട്ട് മുന്നോട്ട് പോകട്ടെ. അല്ല, ഞങ്ങൾക്ക് 400 സീറ്റ് തരാൻ വേണ്ടിയാണ് രാഹുൽ ഗാന്ധിയുടെ യാത്ര എന്നുള്ളതിൽ ഞങ്ങൾക്ക് സംശയമില്ല. BJP 400-ലധികം സീറ്റുകൾ നേടിത്തരാൻ വേണ്ടിയാണ് രാഹുൽ ഗാന്ധിയുടെ യാത്ര എന്നുള്ളതിന് ഞങ്ങൾക്ക് സംശയമില്ല. അതിനെ നിശിതമായി വിമർശിക്കുന്നത് കണ്ടതാണ്, പിന്നെ പരിഹസിക്കുന്നത് കണ്ടു നിങ്ങളുടെ IT സെൽ. ഇന്നാ ഇപ്പൊ ഈ യാത്ര തുടങ്ങുമ്പോഴും അനാവശ്യമായ തടസ്സങ്ങൾ, ഇല്ലോജിക്കൽ തടസ്സങ്ങൾ എടുക്കുകയാണ് നിങ്ങൾ. എന്തിനാണ്? നടക്കട്ടെ, നിങ്ങളുടെ 400 സീറ്റിന്റെ കളിയല്ലേ? അത് പറയാം. രാഹുൽ ഗാന്ധിയെ തടയുന്നേ, രാഹുൽ ഗാന്ധിയെ എതിർക്കുന്നേ എന്ന് വിളിച്ചു പറഞ്ഞ് ജനശ്രദ്ധ ആകർഷിക്കാനുള്ള തന്ത്രമല്ലാതെ രാഹുൽ ഗാന്ധിയെ ഞങ്ങൾ എന്തിനാ തടയുന്നേ, ഞങ്ങൾ എന്തിനാ എതിർക്കുന്നത്? രാഹുൽ ഗാന്ധി ഞങ്ങളുടെ ഭാഗ്യമല്ലേ? അതുപോലെ രാഹുൽ ഗാന്ധി യാത്ര തുടരട്ടെ, അത്രയും BJP ജയിക്കട്ടെ. അത് അവിടുത്തെ സിറ്റുവേഷന്റെ കാര്യമാണ്. അത് മണിപ്പൂരിൽ മാത്രമുള്ള വിഷയമാണ്. അവിടുത്തെ ഭരണകൂടം വ്യക്തമായി പറയുകയും ചെയ്തു. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പ്രശ്നമാണ്. അവിടുത്തെ ഭരണകൂടം പൊതുപരിപാടികൾ നടത്തുന്നതിന് ഈ പ്രശ്നമില്ല. രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് ഒരു പരിപാടി സംഘടിപ്പിക്കാൻ വരും, നിങ്ങൾ തടയുന്നു. അതുകൊണ്ടല്ലേ വാർത്തയാവുകയും. ഇവിടെ ആര് തടയുന്നു? തടഞ്ഞിട്ടില്ല. തടയുന്നേ എന്ന് പറഞ്ഞ് ആളെ കൂട്ടുന്നതാണ്. തടഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അവര് പരിപാടി നടക്കുമോ? തടയാനൊക്കെ BJP നല്ല ഭംഗിയായിട്ട് അറിയാം. തടഞ്ഞിട്ടുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ കാലുകുത്തുമായിരുന്നില്ല. അപ്പൊ തടഞ്ഞിട്ടൊന്നുമില്ല. തടയുന്നേ എന്ന് പറഞ്ഞ് വെറുതെ ബഹളം കൂട്ടി പബ്ലിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പാഴ് ശ്രമം മാത്രമാണിത്. അല്ലാതെ തടഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പരിപാടി നടക്കുമോ? തടയാനൊക്കെ BJPക്ക് അറിയാം. തടഞ്ഞിട്ടൊന്നുമില്ല, തടയേണ്ട ആവശ്യമില്ല. കാരണം തടയാതെ രാഹുൽ ഗാന്ധി അങ്ങ് പോകണം. രാഹുൽ ഗാന്ധി പോകുന്നിടത്തോളം ഞങ്ങൾക്ക് സീറ്റ് കൂടും. രാഹുൽ ഗാന്ധി ആ യാത്ര ഇനിയും തുടരണം. 2ാമത്തെ ജോഡോ യാത്ര പോരാ, ഒരു 10-20 ജോഡോ യാത്ര നടത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം.